ദീപികയുടെ വെബ്സൈറ്റ് പുതിയൊരു മുഖത്തോടുകൂടി റീലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പിതാവിന് ദീപികയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ ദീപികയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എല്ലാ പത്രങ്ങളും ഞാൻ നോക്കും. പക്ഷെ ദീപിക ആദ്യ പേജ് തുടങ്ങി അവസാന പേജ് വരെ ഞാൻ അരിച്ചു പറക്കി നോക്കാറുണ്ട്. ദീപികയുടെ ഒരു വലിയൊരു പ്രത്യേകത, ദീപിക സത്യത്തിൻ്റെ സാന്നിധ്യമാണ്. ദീപികയിൽ വരുന്ന വാർത്തകൾ ഒരിക്കലും പാർശ്വവൽക്കരിക്കപ്പെട്ട വാർത്തകളല്ല. അതിനെ മേമ്പിടി ചേർത്ത് നമുക്ക് അനുകൂലമാക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രതികൂലമാക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ ദീപിക സത്യസന്ധതയുടെ ഒരു പ്രവാചക ശബ്ദമാണ്. ദീപിക എന്തുകൊണ്ട് വളരാത്തതെന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഞാൻ വിചാരിക്കുന്നത്. ദീപിക ഒരുപാട് വളർന്നിട്ടുണ്ട്. ദീപികയെ ഇഷ്ടപ്പെടുകയും ദീപികയെ ഓൺലൈനിലൂടെയും ഡിജിറ്റൽ മേഖലയിലൂടെയൊക്കെ കാണുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. ദീപിക കത്തോലിക്കരുടെ ഒരു ശബ്ദമായിട്ട് നിങ്ങൾ വേർതിരിക്കരുത്. ജനങ്ങളുടെ ശബ്ദമാണ്, സമൂഹത്തിൻ്റെ ആവശ്യങ്ങളുടെ ശബ്ദമാണ്. അതുകൊണ്ട് ദീപികയുടെ വളർച്ച കച്ചവട താല്പര്യങ്ങളുടെ ലാഭ നഷ്ടങ്ങൾ നിശ്ചയിച്ചിട്ടല്ല നമ്മൾ തീരുമാനിക്കേണ്ടത്. ദീപിക ഈ നൂറ്റാണ്ടുകൾ പിടിച്ചു നിന്നത് ദീപികയുടെ ദൗത്യം ഈ സമൂഹത്തിൽ സൃഷ്ടിച്ച അടിവേരുകൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വളർച്ച നോട്ട് ബിക്കോസ് ഓഫ് മിയർ സക്സസ് ബട്ട് റേദർ ബിക്കോസ് ഓഫ് എ ലോട്ട് ഓഫ് വിറ്റ്നസ്. ഇതാണ് എനിക്ക് ദീപികയെക്കുറിച്ച് എന്നും പറയാനുള്ളത്.